വന്ന് ഒരുങ്ങിയിരിക്കും. പോണ്ടേ, നമുക്കിന്ന് പോണ്ടേ. എത്ര വീടാ കണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അച്ഛപ്പം പറയും, എടാ ഇങ്ങനെയാണ്. എൻ്റെ അടുത്ത് അന്നും പറയണം, വീടിങ്ങനെ ഒരു വീട് പോലും റെഡിയാവാതെ ഇങ്ങനെ ഇരിക്കുമ്പം അച്ഛൻ പറയും, എടാ കല്യാണം പോലെയാണ് ഒരു വീടും എന്ന് പറയുന്നത്. അത് റെഡിയാവും. അത് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടതാ, പിന്നെ ഒന്നും നോക്കരുത്, അത് വാങ്ങിച്ചേക്കണമെന്നൊക്കെ പറഞ്ഞു. വീടും അച്ഛനും ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മുടെ ലൈഫിലെ ഏറ്റവും മോശമായിട്ടുള്ള സമയത്ത് കൂടെ നിന്ന ആൾക്കാരെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. രാത്രി മൊത്തം അമ്മയുടെ ഫോൺ സംസാരിച്ചത് കൊണ്ട് അമ്മയും വിചാരിച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ, ഇച്ചിരി ലേറ്റ് ആയിട്ടല്ലേ എണ്ണിക്കത്തുള്ളൂ. ഞാൻ കളിയാക്കും, ഞാനും ഞാൻ അന്നും കളിയാക്കി. നിങ്ങളെന്തോ ഇപ്പൊ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, അങ്ങ് ഭയങ്കര ഇനിയില്ലാതെ ഭയങ്കര വിളി. രാത്രി അതായത് അമ്മയും അച്ഛനും ഉറങ്ങുമ്പോൾ ഏതാണ്ട് 1 മണിയാവും. കാരണം അത്രയും നേരം ഒരു വീഡിയോ കോൾ ഇതിങ്ങനെ ചിരിച്ചും കളിച്ചും സംസാരിച്ചും അവരത്രയ്ക്ക് ഞാൻ കളിയാക്കും, നിങ്ങൾ ഇന്നലെ കല്യാണം കഴിച്ചവരാണോ എന്ന് ഞാൻ കളിയാക്കും. കാരണം അത്രയ്ക്ക് സ്നേഹത്തോടെ രണ്ടുപേരും ഇരിക്കുന്നത്. അപ്പം അച്ഛൻ പോകുമ്പോ ആ ഒരു വേർപാട് അമ്മ എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക്. അത് അച്ഛൻ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അച്ഛൻ വീട്ടിൽ വെച്ച് തന്നെ മരിക്കുന്നത്. കുറെ പേര് ആരൊക്കെയോ പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ വഴിക്കാ മരിക്കുന്നത്. അച്ഛൻ വീട്ടിൽ വെച്ച് തന്നെ മരിച്ചത്. അച്ഛൻ സൈലന്റ് അറ്റാക്ക് അച്ഛൻ ഉറങ്ങുമായിരുന്നു. അമ്മ അവിടെ നിൽക്കുന്ന അച്ഛന് ഏറ്റവും ഇഷ്ടം. എന്റെ അടുത്തും പറയാം, അമ്മ അവിടെ നിർത്തിയിരുന്നു, അമ്മ അവിടെ നിക്കട്ടെ, എന്തിനാ ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാ, ഞാൻ അങ്ങോട്ട് വരാം, അമ്മ ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാ. അത് ഈ ഇടയ്ക്ക് നമ്മള് മിഷ്യൻ വാങ്ങിയില്ലേ, പൊങ്കാലയുടെ തലേ ദിവസം നമ്മൾ പോയി മിഷ്യൻ വാങ്ങിച്ചു. അതൊക്കെ വീഡിയോ കോൾ വിളിച്ച് അച്ഛനെ കാണിച്ചപ്പോഴും അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മയുടെ കാര്യത്തിലായിരുന്നു എനിക്ക് കൂടുതൽ പല കാര്യത്തിനും ടെൻഷൻ, യാത്രയൊക്കെ ചെയ്യുമ്പോഴും. കാരണം ഒരു ദിവസം പാലാച്ചിന്റെ തലേന്ന് വരെ അമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് കൊല്ലത്ത് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അമ്മയ്ക്ക് ശ്വാസം മുട്ടല് വന്നു, പേടിച്ചു പോയി. കിംസ് പെട്ടെന്ന് കാഷ്വാലിറ്റി പോയി. കാരണം അമ്മയുടെ കാര്യത്തിലായിരുന്നു എനിക്കും ടെൻഷൻ. പക്ഷെ അച്ഛനിങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. വേറൊന്നും പോലല്ല, അച്ഛനെ ഇല്ലാന്ന് പറയുമ്പോ അച്ഛനെ ഇനി കാണാൻ പറ്റത്തില്ല, അച്ഛന്റെ സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. അമ്മ ഇപ്പൊ ചില ദിവസം നമ്മുടെ പഴയ അച്ഛൻ ഉണ്ടായിരുന്ന നമ്മുടെ പഴയ വീഡിയോസ് എടുത്തു വെച്ച് കാണും. കാരണം അതൊക്കെ കാണുമ്പോ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്, അച്ഛൻ സംസാരിക്കുന്നത് കേൾക്കാമല്ലോ. നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ 1400 വീഡിയോ ഉണ്ട് മൊത്തത്തിൽ. ഈ 1400 വീഡിയോയും സത്യം പറഞ്ഞ ഓരോ ഓർമ്മകളാണ്. ഇതൊരു എല്ലാം ഒരു നമ്മുടെ ലൈഫിലെ ഓരോ വീഡിയോസും അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ ഓർമ്മകളാണ്. അതിപ്പോ അച്ഛന്റെ വീഡിയോകളൊക്കെ ഇപ്പോഴും എവിടെ എടുത്തു വെച്ച് നമ്മൾ ഇവിടെ പോയ തമിഴ്നാട്ടിൽ പോയ വീഡിയോയും അച്ഛൻ വീട് വാങ്ങാൻ നിൽക്കുന്ന വീട് വാങ്ങാൻ കൂടെ വരുന്ന വീഡിയോസും ഇപ്പൊ ലാസ്റ്റ് ഞാൻ വണ്ടി കൊടുക്കുന്ന വീഡിയോയിലായാലും എല്ലാം അച്ഛന്റെ ഓർമ്മകളാണ്. നമുക്ക് ഇനി ആ വീഡിയോസ് എത്ര കൊല്ലം കഴിഞ്ഞാലും നമുക്കത് എടുത്ത് വെച്ച് കാണാനും അച്ഛനെ കാണാനും ഒക്കെ പറ്റും. അതൊന്നും പക്ഷെ ഇപ്പൊ ആ വണ്ടി കൊടുത്ത വീഡിയോ കാണുമ്പോഴേ അച്ഛൻ എന്തോ മുൻകൂർ എല്ലാം കണ്ടതുപോലെ അതില് ലാസ്റ്റ് സംസാരിക്കുന്നതേ